നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ കാണാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളേക്കുള്ള അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ മാധ്യമ പ്രവർത്തകരെ പുറത്തു നിർത്തിയതിൽ പ്രതിഷേധം. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ മാധ്യമ പ്രവർത്തകരെ പുറത്തു നിർത്തിയ റിട്ടേണിംഗ് ഓഫീസറുടെ നടപടിയിൽ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രതിഷേധിച്ചു. ക്രിസ്മസ് ദിനത്തിൽ മായമില്ലാത്ത കറി പൗഡറും കലണ്ടറും പുറത്തിറക്കി കുടുംബശ്രീ. കലണ്ടർ പ്രകാശനവും കറി പൗഡർ ലോഞ്ചിങ്ങും ബേക്കൽ ബീച്ച് പാർക്കിൽ നടന്നു. കുന്നുംകൈയിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഡ്രൈവർ കുന്നുംകൈ മുള്ളിക്കാട് സ്വദേശി പ്രവീണാണ് മരിച്ചത്. കൂടെ താമസിച്ചിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി. തൃക്കരിപ്പൂരിലെ മുഹമ്മദ് അലിക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. വനിതാ സമ്മേളനം നടന്നു. പനത്തടി ആലിങ്കാൽ അയ്യപ്പ ഭജന മന്ദിരത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മാതൃസമിതിയുടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറി. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാനായി VV രമേശൻ തിരഞ്ഞെടുത്തു. ഇത് രണ്ടാം തവണയാണ് VV രമേശൻ കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷ പദവിയിലെത്തുന്നത്. 47 അംഗ കൗൺസിൽ LDFിലെ 22 അംഗങ്ങളുടെ വോട്ട് നേടിയാണ് രമേശൻ ചെയർമാനായത്. UDFിലെ MP ജാഫർ 21 വോട്ട് നേടി. LDF സ്ഥാനാർത്ഥിയായി CPIMലെ VV രമേശിനെ അരയി വാർഡ് കൗൺസിലർ വിജയൻ മണക്കാടാണ് നിർദ്ദേശിച്ചത്. 22ാം വാർഡ് കൗൺസിലർ K മിനിമോൾ പിന്താങ്ങി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട VV രമേശൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. UDFിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ MP ജാഫറിനെ 21ാം വാർഡ് കൗൺസിലർ അനിൽ വാഴ്ന്നൂറടി നിർദ്ദേശിച്ചു. 27ാം വാർഡ് കൗൺസിലർ അബ്ദുള്ള പടന്നക്കാട് പിന്താങ്ങി. BJP ചെയർമാൻ സ്ഥാനാർത്ഥിയായി M ബൽരാജിനെ 5ാം വാർഡ് കൗൺസിലർ M പ്രശാന്ത് നിർദ്ദേശിച്ചു. 6ാം വാർഡ് കൗൺസിലർ HR സുകന്യ പിന്താങ്ങി. നിലവിൽ LDFിന് 22, UDFിന് 21, BJPക്ക് 4 അംഗങ്ങളാണുള്ളത്. ഇത് രണ്ടാം തവണയാണ് VV രമേശൻ കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത്. ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ട് കാഞ്ഞങ്ങാടിൻ്റെ നഗരപിതാവാണ്. മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് വരുന്ന 5 വർഷം മാത്രമല്ല, ഒരു 25 വർഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനത്തിന് കാഞ്ഞങ്ങാട്ട് ജനത ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നഗരസഭാ ഭരണസമിതി എന്ന് പറയുന്നത് ഭരണസമിതിയാണ്. 47 പേരും അടങ്ങുന്ന ഭരണസമിതിയാണ് ഈ നഗരത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. PP മുഹമ്മദ് റാഫിയെ നീലേശ്വരം നഗരസഭ ചെയർമാനായി തിരഞ്ഞെടുത്തു. നീലേശ്വരം നഗരസഭാ ചെയർമാനായി CPMലെ PP മുഹമ്മദ് റാഫിയെ തെരഞ്ഞെടുത്തു. UDFിലെ E ഷജീറിനെ 13-നെതിരെ 21 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റാഫി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കണിച്ചിറ വാർഡിൽ നിന്നുമാണ് മുഹമ്മദ് റാഫിയെ നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുത്തത്. മുഹമ്മദ് റാഫിയെ AV സുരേന്ദ്രൻ നിർദ്ദേശിക്കുകയും PV സതീശൻ പിന്താങ്ങുകയും ചെയ്തു. ഷജീറിനെ A രാജൻ നിർദ്ദേശിച്ചു. മുസ്ലിം ലീഗിലെ NA നദീറ പിന്താങ്ങി. CPM ജില്ലാ കമ്മിറ്റി അംഗമായ മുഹമ്മദ് റാഫി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാസർഗോഡ് നഗരസഭ അധ്യക്ഷയായി ഷാഹിന സലീമിനെ തിരഞ്ഞെടുത്തു. ചെങ്കള പഞ്ചായത്തിനെ നയിച്ച കരുത്തുമായാണ് ഷാഹിന സലീം കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്.
കാസർഗോഡ് നഗരസഭയെ ഇനി ഷാഹിന സലീം നയിക്കും. തുരുത്തി 16-ാം വാർഡിൽ നിന്നും 215 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഹിന സലീം നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 39 അംഗങ്ങളുള്ള കാസർഗോഡ് നഗരസഭാ കൗൺസിലിൽ നിന്നും 24 വോട്ടുകൾ നേടിയാണ് ഷാഹിന സലീം ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഷാഹിന സലീമിനെ കൂടാതെ BJP കൗൺസിലറായ ശാരദയും ചെയർമാൻ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്നു. ശാരദയ്ക്ക് 12 വോട്ടുകൾ ലഭിച്ചു. 2 സ്വതന്ത്രരും ഒരു LDF കൗൺസിലറും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ജില്ലാ ആസ്ഥാനമായ വിദ്യാനഗർ ഉൾപ്പെടുന്ന ചെങ്കള പഞ്ചായത്തിനെ നയിച്ച കരുത്തുമായാണ് ഷാഹിന സലീം കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും. മുൻ ഭരണസമിതി നടത്തിയ ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് മുന്നിലുണ്ട്. നഗരത്തിന്റെ പ്രധാനപ്പെട്ട റോഡുകൾ തന്നെ പൂർത്തീകരിക്കാനുണ്ട്, ഫുട്പാത്തുകൾ പൂർത്തീകരിക്കാനുണ്ട്, ഒട്ടനവധി പദ്ധതികൾ മുൻ ഭരണസമിതിയിലുണ്ട്. തീർച്ചയായും അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഏറ്റവും ദ്രുതഗതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ടൗണിന്റെ മുഖച്ഛായ മാറ്റത്തിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിക്കണം. തീർച്ചയായും അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മുടെ MLA MP-യുമായി സഹകരിച്ച് സർക്കാർ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് ഒരുപാട് ഫണ്ടുകൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെടുക്കും. മുനിസിപ്പൽ സ്റ്റേഡിയം മറ്റൊരു പദ്ധതിയാണ്. ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള സിന്തറ്റിക് ട്രാക്കോട് കൂടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള പദ്ധതികൾക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്നവരുണ്ട്, അതേപോലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. വഴിയോര കച്ചവടക്കാരുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് പറയുന്നത് ജെൻസി കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകണം. കാരണം നമ്മുടെ കുട്ടികൾ സ്മാർട്ടാണ്. വെറും സ്മാർട്ടായതൊന്നും കാര്യമില്ല. ക്വാളിറ്റി എഡ്യൂക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ അവയർനെസ് ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും നല്ല പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ രൂപീകരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്. ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം, രോഗം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ചികിത്സ ഒരുക്കുന്നതിന് വേണ്ടി ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ വേണ്ടത് നമ്മുടെ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ഇഫ് there is a will, there is a way. അപ്പൊ അതിന്റെ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തുകയാണ്. ഇഫ് there is a will, there are many ways to get it done. അതിന് എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിലൂടെ ഒട്ടനവധി വികസന വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. തുരുത്തി 16-ാം വാർഡിൽ നിന്നും 215 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഷാഹിന മുസ്ലിം ലീഗിലെ വനിതാ നേതാക്കളിൽ പ്രമുഖയാണ്. പിതാവും മകളും ഒരേ സമയം സമീപ പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു എന്ന പ്രത്യേകതയും കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷയ്ക്കുണ്ട്. ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് കല്ലട്ര അബ്ദുൽ ഖാദറിന്റെ മകളാണ് 40 വയസ്സുകാരിയായ ഷാഹിന സലീം. MBA ബിരുദധാരിയാണ്. 2010 ചെങ്കള പഞ്ചായത്ത് ചെർക്കള ടൗൺ വാർഡിൽ നിന്നും കന്നി മത്സരത്തിൽ 1000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചായിരുന്നു ജനപ്രതിനിധിയായുള്ള ഷാഹിനയുടെ രംഗപ്രവേശം. 2 വർഷത്തിന് ശേഷം 2012-ൽ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷയായി. 2015-ൽ നാരമ്പാടി 5-ാം വാർഡിൽ നിന്നും 323 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാണ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായത്. ഷാഹിന നിലവിൽ വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. 2016-ൽ വനിതാ ലീഗ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായും 2019 മുതൽ 2023 വരെ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിലവിൽ STU കുടുംബശ്രീ തൊഴിലുറപ്പ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റാണ്. ദേളി സാദിയ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം BSc ബയോടെക്നോളജിയും MBA ബിരുദവും നേടി. പൊതുമരാമത്ത് കരാറുകാരനായ C സലീമാണ് ഭർത്താവ്. താഹിറയാണ് മാതാവ്. ഷൻസ, ഷിമാസ് എന്നിവർ മക്കളാണ്. വിദ്യാനഗറിലാണ് ഷാഹിന സലീം കുടുംബസമേതം താമസിക്കുന്നത്. നേരത്തെ ചെർക്കളയിലായിരുന്നു താമസം. 5 വർഷം മുൻപാണ് വിദ്യാനഗറിലേക്ക് സകുടുംബം താമസം മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകരെ പുറത്തു നിർത്തിയതിൽ പ്രതിഷേധം. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകരെ പുറത്തു നിർത്തിയ റിട്ടേണിംഗ് ഓഫീസറുടെ നടപടിയിൽ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രതിഷേധിച്ചു. ഓപ്പൺ വോട്ടായി നടക്കുന്ന നടപടിക്രമങ്ങളിൽ ഇങ്ങനെ മാധ്യമങ്ങളെ മാറ്റി നിർത്തിയത് ശരിയായ നടപടിയല്ലെന്നും പ്രസ് ഫോറം ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ക്രിസ്മസ് ദിനത്തിൽ മായമില്ലാത്ത കറി പൗഡറും കലണ്ടറും പുറത്തിറക്കി കുടുംബശ്രീ. കലണ്ടർ പ്രകാശനവും കറി പൗഡർ ലോഞ്ചിങ്ങും ബേക്കൽ ബീച്ച് പാർക്കിൽ നടന്നു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ പുറത്തിറക്കിയ 2026 കലണ്ടർ പ്രകാശനവും കറി പൗഡർ ലോഞ്ചിങ്ങും ബേക്കൽ ബീച്ച് പാർക്കിൽ നടക്കുന്ന മിനി സരസ് മേളയിൽ വെച്ച് നടന്നു. കലണ്ടർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനന് നൽകിക്കൊണ്ട് കുടുംബശ്രീ സംസ്ഥാന മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS പ്രകാശനം നിർവഹിച്ചു. അതിന്റെ ഒരു നടപടിയും തുടങ്ങിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിന് വിപുലീകരിക്കാനുള്ള നടപടി നിങ്ങളുടെ ADMC-മാരുടെയും DPM-മാരുടെയും DMC-യുടെയും ശക്തമായ ഇടപെടൽ അതിൽ കൂടി ഉണ്ടാവണം. അതേപോലെ ടേക്ക് അവേ കൗണ്ടർ, നല്ല ചിക്കൻ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ മൊത്തം 50 ടേക്ക് അവേ കൗണ്ടറുകളാണ് തുടങ്ങുന്നത്. ജനുവരി 15 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സ്ഥലങ്ങളും അതിന്റെ തുടങ്ങുന്ന ആൾക്കാരെയും ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. 50 ഒരേ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് സംസാരിച്ചിരിക്കുന്നത്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വിപണിയും സംരംഭകർക്ക് വരുമാന ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അടക്കമുള്ള ഓൺലൈൻ വ്യാപാര രംഗത്തേക്ക് കുടുംബശ്രീ കടന്നുകഴിഞ്ഞു. ഈ രംഗത്തെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാന മിഷന്റെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണ ഉണ്ടാകുമെന്നും എച്ച് ദിനേശൻ IAS പറഞ്ഞു. കുടുംബശ്രീ പുറത്തിറക്കുന്ന ബ്രാൻഡഡ് കറി പൗഡറുകളുടെ ലോഞ്ചിങ്ങും വേദിയിൽ നടന്നു. സംരംഭകരിൽ നിന്നും എച്ച് ദിനേശൻ IAS കറി പൗഡർ ഏറ്റുവാങ്ങി. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രധാന ദിവസങ്ങളും പ്രവർത്തനങ്ങളും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ വിവിധ പരിപാടികളുടെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിയ കലണ്ടർ രൂപകൽപ്പന ചെയ്തത് സ്വാതി ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ D ഹരിദാസ്, CH ഇക്ബാൽ, കിഷോർ കുമാർ, ഉദുമ CDS ചെയർപേഴ്സൺ K സനുജ, ഐഫ്രം ഡയറക്ടർ V സജിത് എന്നിവർ സംസാരിച്ചു. കൊറഗ അസിസ്റ്റന്റ് പ്രൊജക്ട് കോർഡിനേറ്റർ S യദുരാജ് സ്വാഗതവും ബ്ലോക്ക് കോർഡിനേറ്റർ A ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷവും നടന്നു. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. കുന്നുങ്കൈയിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഡ്രൈവർ കുന്നുങ്കൈ മുള്ളിക്കാട്ട് സ്വദേശി പ്രവീണാണ് മരിച്ചത്. ചിറ്റാരിക്കാൽ കുന്നുംകൈയിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ചീമേനി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവർ കുന്നുംകൈ മുള്ളിക്കാട് സ്വദേശി പ്രവീണാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം ചെമ്പംകുന്നിലാണ് അപകടം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ പ്രവീണിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. വനിതാ സമ്മേളനം നടന്നു. മെഡിസെപ് പ്രീമിയം വർദ്ധിപ്പിച്ച നടപടി ഉടൻ പിൻവലിക്കണമെന്ന് KSSPA വനിതാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയകോട്ട ഹോസ്തൃക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ സമ്മേളനം നടന്നത്. KSSPA വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി K സരോജിനി ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ പെൻഷൻ സമൂഹത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് KSSPA എന്ന സംഘടനയാണ്. KSSPA എന്ന സംഘടന നിലവിൽ വന്നിട്ട് 41 വർഷമായി. പിണറായി സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടിനെതിരെ കഴിഞ്ഞ 9.5 വർഷമായി നമ്മളുടെ സംഘടന നിരന്തര സമരത്തിലാണ്. ക്ഷാമാശ്വാസം നൽകാതെയും പെൻഷൻ പരിഷ്കരണ അട്ടിമറിച്ചു 5% ക്ഷാമാശ്വാസ കുടിശ്ശിക വരുത്തിയും അതുപോലെ ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം എന്ന കീഴ്വഴക്കം ലംഘിച്ചു. പെൻഷൻകാരുടെ മെഡിസെപ്പ് കൊള്ളയടിച്ചു. 190 മാസത്തെ കുടിശ്ശിക നഷ്ടപ്പെടുത്തിയും സർക്കാർ മുന്നോട്ട് പോകുന്നു. കോടതി നിർദ്ദേശം നൽകിയിട്ടും പ്രീമിയം വർദ്ധിപ്പിച്ചു, ഓപ്ഷൻ നിഷേധിച്ചു ഏകപക്ഷീയമായി നമ്മളുടെ സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു. എല്ലാത്തിനുമെതിരെ സംഘടന
കഴിഞ്ഞ നവംബർ 1 പോലും സമരം ചെയ്ത സംഘടനയാണ്. KSSPA വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ജയലക്ഷ്മി VV അധ്യക്ഷത വഹിച്ചു. തങ്കമ്മ വേലായുധൻ, ശാന്തമ്മ ഫിലിപ്പ്, ഡോക്ടർ PV പുഷ്പജ, റഷീദ B, A ഭാരതി ദേവി, ലസിത PP എന്നിവർ സംസാരിച്ചു. ലിസമ്മ ജേക്കബ് സ്വാഗതവും R ശ്യാമളാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി ആലിങ്കാൽ അയ്യപ്പ ഭജന മന്ദിരത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മാതൃസമിതിയുടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറി. പനത്തടി ആലിങ്കാൽ അയ്യപ്പ ഭജന മന്ദിരത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. തിടമ്പ് താലപ്പൊലി ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. നിത്യചൈതന്യ വാദ്യകലാസംഘം പൂടം കല്ലടുക്കം പനത്തടിയിലെ ശിങ്കാരിമേളം ശ്രദ്ധേയമായി. തുടർന്ന് വിവിധ പ്രദേശ മാതൃസമിതി അംഗങ്ങളുടെ തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവ അരങ്ങേറി. നിരവധി ആളുകളാണ് മണ്ഡലവിളക്ക് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പനത്തടി. രാവണേശ്വരം കോതോളങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശത്തിന് സമാപനമായി. ഒറ്റത്തര കളിയാട്ട മഹോത്സവം ഡിസംബർ 28 മുതൽ 31 വരെ നടക്കും. ഡിസംബർ 21 മുതൽ 25 വരെ നടന്ന രാവണേശ്വരം കോതോളംകര ദുർഗാഭഗവതി ക്ഷേത്ര നവീകരണ കലശോത്സവത്തിന് സമാപനമായി. അരവത്ത് KU പത്മനാഭതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന നവീകരണ കലശത്തിന്റെ സമാപന ദിവസമായ ഡിസംബർ 25 രാവിലെ ഗണപതി ഹോമവും തുടർന്ന് വിവിധ നവീകരണ കലശ പൂജാതി കർമ്മങ്ങളും നടന്നു. പകൽ 9:41 മുതൽ 10:37 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ വിവിധ ക്ഷേത്ര ആചാരസ്ഥാനികരുടെയും അമ്പല ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ആചാരവിധി പ്രകാരം വിവിധ ഉപദേവതാ പ്രതിഷ്ഠാകർമ്മം നടന്നു. ഇതോടനുബന്ധിച്ച് ക്ഷേത്ര ഉത്സവ വാർത്തകളുള്ള മാതൃഭൂമി ദിനപത്രത്തിന്റെ വിതരണോദ്ഘാടനവും ആഘോഷ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. വാർഡ് മെമ്പർ A തമ്പാൻ മക്കാക്കോട്ട് ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ VV ഗോവിന്ദന് പത്രം കൈമാറിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അനീഷ് രാവണേശ്വരം അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി അംഗങ്ങളും പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളും സംബന്ധിച്ചു. പ്രസാദ വിതരണവും അന്നദാനവും നടന്നു. ക്ഷേത്രത്തിലെ ഒറ്റത്തറ കളയാട്ട മഹോത്സവം ഡിസംബർ 28 മുതൽ 31 വരെ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം കോതോളങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശോത്സവത്തിന്റെ ഭാഗമായി പൂരക്കളി സെമിനാർ സംഘടിപ്പിച്ചു. CK നാരായണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 21 മുതൽ 25 വരെ നടന്ന കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്രം നവീകരണ കലശത്തിന്റെ ഭാഗമായി പൂരക്കളി സെമിനാർ സംഘടിപ്പിച്ചു. മലബാർ ദേവസ്വം ക്ഷേമനിധി ബോർഡ് അംഗവും പ്രമുഖ പൂരക്കളി പണിക്കരും അധ്യാപകനുമായ PK നാരായണ പണിക്കർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രഗിരി പുഴയുടെ തെക്ക് ഭാഗത്ത്, ഒളവറപ്പുഴയുടെ വടക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും താനങ്ങളിലും കഴകങ്ങളിലുമൊക്കെ അനുഷ്ഠിക്കുന്ന പൂരോത്സവത്തോട് അനുബന്ധിച്ച് പൂരത്തോടനുബന്ധിച്ചിട്ട് അനുഷ്ഠിക്കുന്ന ഒരു അനുഷ്ഠാന കല എന്ന നിലയിലാണ് പൂരക്കളിയെ നമുക്കൊക്കെ അറിയുന്നത്. വടക്കൻ കേരളത്തിൻ്റെ പൂരം എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ മനസ്സിനകത്തുണ്ടാക്കുന്ന ആർദ്രമായ ഒരു സംസ്കാരമാണ്. അത് സ്നേഹത്തിൻ്റെയും കൊടുക്കൽ വാങ്ങലിൻ്റെയും ഉദാത്തമായിരിക്കുന്ന കാമനയുടെയും ഓർമ്മകളാണ്. ക്ഷേത്രം പൂരക്കളി പണിക്കർ ശിവശങ്കര പണിക്കർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, അജാനൂർ പഞ്ചായത്ത് മെമ്പർമാരായ A തമ്പാൻ മക്കാക്കോട്ട്, ദീപ വിനോദൻ, സുധ അശോകൻ, മടിക്കെ ഗോപാലകൃഷ്ണ പണിക്കർ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ N കേളു നമ്പ്യാർ, ജനറൽ കൺവീനർ VV ഗോവിന്ദൻ, N അശോകൻ നമ്പ്യാർ, പ്രവീൺ കുമാർ, സജിത ബാലൻ എന്നിവർ സംസാരിച്ചു. അനീഷ് ദീപം സ്വാഗതം പറഞ്ഞു. തുടർന്ന് കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്ര വനിതാ പൂരക്കളി സംഘത്തിന്റെ പൂരക്കളിയും വിവിധ പൂരക്കളി സംഘങ്ങളുടെ പൂരക്കളിയും അരങ്ങേറി. കരോക്കി ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ ബ്ലൂ ആൻഡ് ബ്ലൂം ബേക്ക് ആൻഡ് കൂൾ ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു. ഒരു കൂട്ടം വനിതാ സംരംഭകരുടെയാണ് ബേക്കറി. തിരക്കേറിയ വാണിജ്യ നഗരമായ കാഞ്ഞങ്ങാട്ട് പുതിയകോട്ടയിൽ ഒരു കൂട്ടം വനിതാ സംരംഭകർ ചേർന്ന ബ്ലൂ ആൻഡ് ബ്ലൂം ബേക്ക് ആൻഡ് കൂൾ ബേക്കറി എന്ന പേരിൽ ഒരു വനിതാ സംരംഭകത്വം ആരംഭിച്ചു. ദീപ, രജ്ന, സ്മിത എന്നീ വനിതാ സംരംഭകർ ചേർന്നാണ് ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നത്. ബേക്കറിയുടെയും കൂൾബാറിന്റെയും പ്രവർത്തനോദ്ഘാടനം കാഞ്ഞങ്ങാട്ടെ വ്യാപാര പ്രമുഖരും പച്ചക്കറി ആൻഡ് സൺസ് ഉടമയുമായ ഗുരുദത്ത് പൈ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. സംരംഭകരുടെ കുടുംബാംഗങ്ങളായ കുന്നരുവത്ത് ജനാർദ്ദനൻ, മാധവി, കാർത്യായനി, ചന്ദ്രൻ എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനത്തിൽ പങ്കാളികളായി. മംഗലാപുരം, കണ്ണൂർ ബേക്കറി ഐറ്റംസുകളും കൂടാതെ ഉപഭോക്താവിന്റെ ഓർഡർ അനുസരിച്ച് 1 മണിക്കൂറിനകം വിവിധ തരത്തിലുള്ള കേക്ക് ഐറ്റംസുകളും നിർമ്മിച്ചു നൽകുന്നു എന്നതും ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. സ്ഥാപനത്തിന്റെ മുകൾ ഭാഗത്തായി ശീതളിമ പകർന്നുകൊണ്ട് കൂൾബാറും പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട്ട് നിന്നും നീലേശ്വരം ഭാഗത്തേക്കുള്ള പുതിയകോട്ട ബസ് സ്റ്റോപ്പിന് സമീപമായാണ് ബ്ലൂ ആൻഡ് ബ്ലൂം ബേക്കറി കൂൾബാർ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മേക്കാട് ജ്ഞാനദർപ്പണം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായി ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചു. MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മേക്കാട്ട് ജ്ഞാനദർപ്പണം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായാണ് ഒരു ഭൂപ്രദേശത്തെ തങ്ങളുടെ അധ്വാനവും വിയർപ്പും കൊണ്ട് ഒരു ദേശമാക്കി മാറ്റിയവരെ ആദരിച്ചത്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട അന്നമൂട്ടിയ അമ്മമാർ, കർഷകൻ, കൽപ്പണിക്കാരൻ, തേപ്പ് പണിക്കാരൻ, ക്ഷീരകർഷകൻ, തെങ്ങ് കയറ്റക്കാരൻ, ഓട്ടോറിക്ഷ തൊഴിലാളി, മത്സ്യവിൽപ്പനക്കാരൻ, ആശാരിപ്പണി, ബസ് ജീവനക്കാരൻ, ബീഡി തൊഴിലാളി, ഓട്ടോമൊബൈൽ മെക്കാനിക്, മരം മുറിക്കൽ, തയ്യൽക്കാരൻ, കൊല്ലപ്പണി, സ്വർണ്ണപ്പണി, കല്ലുകൊത്ത്, നാടക കലാകാരൻ, ഫോട്ടോഗ്രാഫർ, LIC ഏജന്റ്, ചുമട്ടുതൊഴിലാളി, പത്രപ്രവർത്തകൻ, ഇലക്ട്രീഷ്യൻ, പ്രവാസി, ഹോട്ടൽ, പലചരക്ക് കച്ചവടം, ബാർബർ, ഇടനിലക്കാരൻ, ഫുട്ബോൾ കളിക്കാരൻ തുടങ്ങിയ മേഖലകളിൽ ഏർപ്പെട്ട വ്യക്തികളെയാണ് ആദരിച്ചത്. E. ചന്ദ്രശേഖരൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആദരവ് സമർപ്പിച്ചു. മറ്റൊന്നുകൊണ്ടുമല്ല, ഈ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ഇവരോരോരുത്തരും വരുമ്പോൾ ഇവരേത് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് കുഞ്ഞുശ്രീയുടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ നാടിലെ അനാമികമായ മേഖലകളിൽ തങ്ങളുടേതായ ജീവിതകാലം അത്രയും കഠിനമായി അധ്വാനിച്ചു പ്രവർത്തിച്ചു അവരുടെ സ്വന്തം നിലനിൽപ്പിനും അവരുടെ കുടുംബജീവിതത്തിനും വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടി പങ്കാളികളായവരെയാണ് നിങ്ങളിവിടെ ആദരിച്ചിരുന്നത്. സംഘാടക സമിതി ചെയർമാൻ ബംഗളം P. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ V. സുരേഷൻ ആദരിക്കുന്നവരെ പരിചയപ്പെടുത്തി. സുവർണ ജൂബിലി ഹാൾ നിർമ്മാണ ഉദ്ഘാടനവും E. ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കും കലാകായിക പ്രതിഭകൾക്കും സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രമുഖ വാഗ്മി VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തി. മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് അല്ല. നമ്മുടെ അച്ഛനും അമ്മയും മനുഷ്യരായതുകൊണ്ട് മാത്രം നമ്മൾ മനുഷ്യരാവുകയില്ല. മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇന്ന് നിങ്ങൾ മനുഷ്യരായോ എന്നാണ് ചോദ്യം. ഇന്നലെ വരെ നിങ്ങൾ വലിയ ആളുകളൊക്കെ ആയിട്ടുണ്ടാകാം. ഇന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നൊരു വാക്കോ നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യുന്നൊരു കർമ്മമോ അബദ്ധമായി പോയാൽ ആളുകൾ പറയും, ഓനെന്തൊരു മനുഷ്യനാണ്, ഇന്നലെ വരെ മനുഷ്യനായിരുന്നല്ലോ, ഇന്നത്തെ അത് ക്ഷമിച്ചു കളയാൻ ആരും പറയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. സുജാത, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ P. പ്രകാശൻ, ഭാസ്കരൻ കരിമ്പിൽ, PV പത്മിനി, P. ഓമന, താലൂക്ക് ഗ്രന്ഥശാല സംഘം സെക്രട്ടറി P. വേണുഗോപാലൻ, മടിക്കൈ സെക്കൻഡ് സ്കൂൾ ഹെഡ് മാസ്റ്റർ KV പത്മനാഭൻ, PTA പ്രസിഡന്റ് P. ശശീന്ദ്രൻ, C. പ്രഭാകരൻ, N. ബാലകൃഷ്ണൻ, പ്രഭാകരൻ കാഞ്ഞിരക്കാൽ, KV ശ്രീലത, നാരായണൻ കീക്കങ്കോട്ട് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ P. ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതവും ജ്ഞാനദർപ്പണം വായനശാല പ്രസിഡന്റ് P. ബാലൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നൃത്തശില്പം, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ ഡാൻസ്, വനിതാ പൂരക്കളി, നാടകം തുടങ്ങിയ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുള്ള അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകരെ പുറത്തു നിർത്തിയതിൽ പ്രതിഷേധം. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാൻ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകരെ പുറത്തു നിർത്തിയ റിട്ടേണിംഗ് ഓഫീസറുടെ നടപടിയിൽ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രതിഷേധിച്ചു. ക്രിസ്മസ് ദിനത്തിൽ മായമില്ലാത്ത കറി പൗഡറും കലണ്ടറും പുറത്തിറക്കി കുടുംബശ്രീ. കലണ്ടർ പ്രകാശനവും കറി പൗഡർ ലോഞ്ചിങ്ങും ബേക്കൽ ബീച്ച് പാർക്കിൽ നടന്നു. കുന്നുംകൈയിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഡ്രൈവർ കുന്നുംകൈ മുള്ളിക്കാട് സ്വദേശി പ്രവീണാണ് മരിച്ചത്. കൂടെ താമസിച്ചിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി. തൃക്കരിപ്പൂരിലെ മുഹമ്മദ് അലിക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. വനിതാ സമ്മേളനം നടന്നു. പനത്തടി ആലിങ്കാൽ അയ്യപ്പ ഭജന മന്ദിരത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം ഭക്തരുടെ നിറവിൽ നടന്നു. മാതൃസമിതിയുടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.